വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. എന്നെ 10 പ്രാവശ്യം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ന്യൂസ് കാണാം, എന്നെ 10 പ്രാവശ്യം പീഡിപ്പിച്ചു. എനിക്കൊരു മകളാണുള്ളത്. അപ്പോൾ അവൾ എന്നോട്, എന്റെ മോൾക്ക് 9ാം ക്ലാസ് പഠിക്കാം, ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾ അത് ചോദിച്ചു തുടങ്ങി. ഇവർ കാണിക്കുന്നത് അയാളുടെ ഫോട്ടോസ് ഫുള്ള് ടി വി വരിക, പക്ഷേ ഈ പെണ്ണിന്റെ ഫോട്ടോ എവിടെ വരുന്നില്ല. സ്ത്രീയുടെ പടം വരുന്നില്ല, പുരുഷന്റെ പടം വരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ പുരുഷന്റെ പടം വന്നു കഴിഞ്ഞാലും അയാൾക്ക് കാര്യമായി ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഞാനെന്ന് പറഞ്ഞോട്ടെ, ഞാൻ ചേട്ടന്റെ പേര് വെറുതെ ഒരു കംപ്ലൈന്റ് കൊടുത്തു, ചേട്ടൻ എന്നെ പീഡിപ്പിച്ചു. ചേട്ടന്റെ ഫോട്ടോ ലോകം മൊത്തം കാണുന്നു, ചേട്ടന്റെ ഫാമിലി, ചേട്ടന്റെ സമൂഹം, ചേട്ടൻ ചെയ്യുന്ന ജോലി സ്ഥലത്ത്, ചേട്ടന്റെ മക്കൾ, അവർ എന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കും. പിന്നെ നാളെ കേസ് കഴിയുമ്പോൾ ഞാൻ കള്ള കേസ് കൊടുത്തറിയുന്നത്, പക്ഷേ അതുവരെ നിങ്ങൾ അനുഭവിക്കുന്ന ട്രോമ ഭയങ്കര തിരിച്ചറിയാൻ പറ്റില്ല. ഇതുപോലെ റേപ്പ് കേസൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ചെയ്യപ്പെട്ട വ്യക്തിയും ചെയ്ത വ്യക്തിയും അവർ രണ്ടുപേരും ഒന്നെങ്കിൽ ഒരുപോലെ അവർ രണ്ടുപേരുടെ ഫേസ് കാണിക്കണം, അല്ലെങ്കിൽ രണ്ടുപേരും കേസ് തെളിവരെ കാണിക്കാം. ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പെണ്ണായ താങ്കളെങ്കിലും ഉണ്ടായല്ലോ, അതിനൊരു ബിഗ് സല്യൂട്ട്. അതിനിടയ്ക്ക് ഒരു ചേട്ടൻ ഫോട്ടോ വന്നാൽ കുഴപ്പമില്ല പോലും. താങ്കൾക്കത് കുഴപ്പമില്ലായിരിക്കും, പക്ഷേ ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് കുഴപ്പമുണ്ട്. അതിനൊക്കെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ നേരത്തെ തരാം. നമ്മുടെ കഴിഞ്ഞ ഇതിന് കോഴിക്കോട്ട് അന്നത്തെ ആ ചേട്ടൻ, എത്രയോ ഉദാഹരണങ്ങൾ. നിങ്ങൾക്കത് കുഴപ്പമില്ലായിരിക്കും, പക്ഷേ ഞങ്ങൾക്കത് കുഴപ്പമുണ്ട്. അതായത് ആ ചേച്ചി വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് ആ ചങ്ങായിക്ക്. എന്തായാലും ചങ്ങായി, നിങ്ങൾ എന്ത് മനുഷ്യനാണ് താങ്കളൊക്കെ. എത്രയോ നിരപരാധികൾ ഇങ്ങനെ ഇതായി പോകുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, മരണപ്പെടുന്നുണ്ട്. അതൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ നമ്മളെപ്പോലുള്ളവർക്ക് കുഴപ്പമുണ്ട്. ഏതായാലും ചങ്ങായിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തതിന് ചേച്ചിക്ക് നല്ല ബിഗ് സല്യൂട്ട്. ഒന്നും കൂടെ പറയാണ്. എന്തായാലും നിങ്ങളുടെ പരിപാടികളൊക്കെ നടക്കട്ടെ. നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട്, സംഭവങ്ങൾ കളറവാട്ടെ.